നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുനമ്പത്ത് പരിഹാരമായില്ല, സമരം തുടരും. മുനമ്പത്തെ സമരക്കാരെയും മതമേലാധ്യക്ഷന്മാരെയും കണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിഷയം പരിഹരിച്ചില്ലെങ്കിൽ സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ്. കോഴിക്കോട് കടപ്പുറത്ത് നാളെ മഹാറാലി. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. നടപടി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. കുറ്റപത്രം പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് ED. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച ED. ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സാം പിട്രോഡയും. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 25-ന്. പ്രതികാര രാഷ്ട്രീയമെന്ന് കോൺഗ്രസ്. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. 2 മരണം. മരിച്ചത് വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ അംബിക സതീഷ് എന്നിവർ. കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ആനയുടെ ആക്രമണം സർക്കാരിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷം. ലഹരി ഉപയോഗിച്ച നായക നടനിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന വെളിപ്പെടുത്തലുമായി നടി വിൻസി അലോഷ്യസ്. സിനിമയ്ക്കു വേണ്ടി സഹിച്ചുവെന്നും വെളിപ്പെടുത്തൽ. ബംഗളൂരുവിൽ വൻ ലഹരിവേട്ടയിൽ 9 മലയാളികൾ പിടിയിൽ. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്രം മുസ്ലിങ്ങൾക്കെതിരായി നീക്കം നടത്തുന്നു എന്ന പ്രചരണം തെറ്റെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റ് തിരുത്തുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു സൂചിപ്പിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ അവർ പരിഹാരം കാണണമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വർഷങ്ങളായുള്ള ഒരു തെറ്റ് തിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നും ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒന്നാണ് വഖഫ് ഭേദഗതി ബില്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്ന നിലയിലാണ് നിർണായക നടപടി സ്വീകരിച്ചത്. ഒരു സമുദായത്തിനും എതിരായ നിയമമല്ല ഇത്. സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് ചെയ്തതെന്നും കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞു. If you lose your land, then you lose everything. That is why we have considered that in India there should not be any provision for anybody to forcefully and unilaterally take away somebody's land. We must make laws which must protect every inch of land for their rightful owner. You just imagine under Section 40 of the Waqf Act, the state Waqf boards can declare any property as Waqf property, and once it is confirmed by the tribunals, even there is no option of going to the courts. മുനമ്പത്തുണ്ടായ സംഭവം ഇനി രാജ്യത്തെവിടെയും ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടത് വഖഫിനെതിരാണ്. ഹൈക്കോടതി ഉത്തരവിനെതിരെ പുതിയ നിയമപ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണമെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. And then how to do it? It is a process. You can't decide a case. Since you have made a law, this case will settle, and in a press conference I point out a particular provision and then say that this is settled. It doesn't work like that. Since the tribunals and the boards will be reconstituted because we have changed the composition, so after if a person doesn't get justice from the tribunal, the appeal to the High Court is open. If you remember what I have said. Earlier the appeal was restricted. സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും സർവേ കമ്മീഷൻ എടുത്ത മുഴുവൻ നടപടികളും എറണാകുളം ജില്ലാ കളക്ടർ പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. വിവാദമായ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് കടപ്പുറത്ത് നാളെ മഹാറാലി സംഘടിപ്പിക്കാനൊരുങ്ങി മുസ്ലിം ലീഗ്. ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് പ്രതിഷേധം. നിയമ പോരാട്ടത്തോടൊപ്പം പ്രക്ഷോഭത്തിലൂടെ സർക്കാരിനെ തിരുത്തുകയെന്ന ലക്ഷ്യവുമായാണ് മുസ്ലിം ലീഗ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനൊരുങ്ങുന്നത്. ലക്ഷ്യങ്ങൾ അണിനിരക്കുന്ന മഹാറാലി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാർലമെന്റിൽ ശക്തമായി വാദിച്ച പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജ വാറിംഗ് മുഖ്യാതിഥിയാകും.
വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും മുനമ്പം വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത് തുടർ ഭരണത്തിന് വേണ്ടിയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ നിയമവും ഇവിടെ പറയുന്ന മുനമ്പം വിഷയത്തിൽ വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വഖഫ് നിയമവും മുനമ്പ് വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിനെ ഒരു നിലത്തിലും സഹായിക്കാനോ സഹായം ഇല്ലാതാക്കാനോ ഈ നിയമത്തിന് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുനമ്പത്ത് കേന്ദ്രത്തിന്റെ കളി വെളിച്ചത്തായെന്നും വോട്ട് വാങ്ങിയെന്ന് പറഞ്ഞ് ആളുകളെ കേന്ദ്രമന്ത്രി കളിയാക്കരുതെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വഖഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മുനമ്പം പ്രശ്നം തീരൂല എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി തന്നെ വന്ന് അത് സമ്മതിച്ചു. മുനമ്പം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ യോജിച്ച ഒരു നിലപാട് വന്നാൽ മതി. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്തിനാണ് UDFന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അതേ കോൺഗ്രസും CPMന്റെ MPs പാർലമെന്റിൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരവും മുമ്പോട്ട് വെച്ചില്ല. വഖഫ് ബില്ല് പാസ്സായി, അത് ഇന്ന് ലോ ഓഫ് ദ ലാൻഡാണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പാർട്ടീസ് എന്താ ചെയ്യുന്നത്? അവരെ ഈ അവകാശം, ഈ ലോയിൽ പറയുന്ന അവകാശം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അവകാശം എങ്ങനെയെങ്കിലും അവരുടെ പ്രീണ രാഷ്ട്രത്തിന് വേണ്ടി, CPMന്റെ പ്രീണ രാഷ്ട്രത്തിന് വേണ്ടി അവരെ ഡിനൈ ചെയ്യണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം EDക്ക് കൈമാറി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച സാഹചര്യത്തിൽ വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനായിരിക്കും ED ശ്രമിക്കുക. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ED ഒരുങ്ങുന്നത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കരിമണൽ കമ്പനിയായ CMRൽ നിന്നും വീണയുടെ കമ്പനി അനധികൃതമായി 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കേസ്. എന്നാൽ CMRൽ നൽകിയ സാങ്കേതിക സേവനങ്ങൾക്ക് പ്രതിഫലമായാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു വീണയുടെ വാദം. അതേസമയം ആദായവകുപ്പിന്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുമുള്ള സാങ്കേതിക സേവനങ്ങൾ നൽകിയിട്ടില്ലെന്ന് തെളിയുന്നു. അതോടൊപ്പം CMRL കമ്പനി കോടികളുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായും കണ്ടെത്തുന്നു. പിന്നീടാണ് കേസിൽ SFIO അന്വേഷണം നടക്കുന്നത്. SFIOയുടെ കുറ്റപത്രം കൂടി പരിശോധിച്ച ശേഷം വീണ വിജയനെയും CMRL MD ശശിധരൻ കർത്തയെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലടക്കം തുടർ നടപടികൾ ഉണ്ടായേക്കും. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ 13 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയയ്ക്കും രാഹുലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച ED ദില്ലി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ മാസം 25-ന് കോടതി കേസ് പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ 661 കോടിയുടെ സ്വത്തുക്കൾ ED പിടിച്ചെടുത്തതോടെ കണ്ടുകെട്ടാനുള്ള നടപടികളും ED ആരംഭിച്ചു. പിന്നാലെ കുറ്റപത്രവും സമർപ്പിച്ചു. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സോണിയയും രാഹുലും ഉടമസ്ഥരായുള്ള യങ് ഇന്ത്യയുടെ സ്വത്തുവകകളാണ് ED പിടിച്ചെടുത്തത്. ജവഹർലാൽ നെഹ്റു 1938-ലാണ് പാർട്ടി മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് ആരംഭിച്ചത്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ 2012-ൽ പരാതിയുമായി രംഗത്തെത്തിയത്. കോടിക്കണക്കിന് ഭൂസ്വത്തുള്ള AJL കമ്പനിയെ യങ് ഇന്ത്യ എന്ന പേരിൽ 2010 നവംബറിൽ തട്ടിപ്പ് കമ്പനിയുണ്ടാക്കി നെഹ്റു കുടുംബം തട്ടിയെടുത്തുവെന്നാണ് പരാതി. കേന്ദ്രം അനുവദിക്കുന്ന ഔദ്യോഗിക വസതി വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. 2008-ൽ AJL കമ്പനിയുടെ 38% ഓഹരികളുടെ ഉടമയായിരുന്നു രാഹുൽ ഗാന്ധി. സാം പിത്രോഡയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസിന്റെ കോടികൾ വില വരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ എന്ന കമ്പനി തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് ED കേസെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടി കഴിയുന്നതിനിടെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. സതീഷിന്റെ മരണം ആന ചവിട്ടിയതിനെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു.
അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്താണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 3 കുടുംബങ്ങൾ താൽക്കാലികമായി കുടിലൊരുക്കിയത്. ഇവർ 3 ദിവസമായി ഇവിടെ കഴിയുകയായിരുന്നു. വന്യജീവികളെ അകറ്റാൻ കുടിലിനു മുന്നിൽ തീയിട്ടിരുന്നുവെങ്കിലും മഴയിൽ തീ അണഞ്ഞു. 7 മണിയോടെ കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തുകയായിരുന്നു. സംഘം ചിതറിയോടി. ചാലക്കുടിപ്പുഴ നീന്തി രക്ഷപ്പെട്ട രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ നടത്തിയ തിരച്ചിലാണ് പാറപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സതീശിനെ കണ്ടത്. ചാലക്കുടിപ്പുഴയോട് ചേർന്ന അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതിൽ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതിൽ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്നിരുന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോണത്. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കളക്ടർ എത്താതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനെ MP ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കൾ ഇത് എതിർത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറി. കാട്ടാനാക്രമണത്തിലെ തുടർച്ചയായ മരണത്തിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, ഇന്ന് 2 പേര് മരിച്ചു. ജില്ലാ കളക്ടർ പോലും സ്ഥലത്തെത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ അത്ര വലിയ കൊമ്പത്തെ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആള്. ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ, ആളുകളെ ആശ്വസിപ്പിക്കണ്ടേ? സംഭവത്തിൽ പ്രതിഷേധിച്ച നാളെ അതിരപ്പള്ളിയിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കും. അമൃത ന്യൂസ്, തൃശൂർ. ലഹരി ഉപയോഗിക്കുന്നവരുമായി അഭിനയിക്കില്ലെന്ന തീരുമാനത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി നടി വിൻസി അലോഷ്യസ്. ഒരു സിനിമയുടെ സെറ്റിൽ ഒരു നടൻ ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കിയെന്ന് വിൻസി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നതായി തനിക്ക് ബോധ്യമുള്ളവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് നടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ നടിക്കെതിരെ സൈബർ ആക്രമണവും നടന്നിരുന്നു. ഇതിലെ കമന്റുകൾ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് തോന്നിയതിനാലാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്നും നടി പറയുന്നു. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്നു വേട്ട. 6.77 കോടിയിലധികം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംഭവത്തിൽ 9 മലയാളികളെയും ഒരു വിദേശ പൗരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അറസ്റ്റിലായത്. ഒരു മലയാളിയിൽ നിന്ന് 3.5 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവും 2 കോടി രൂപയും പിടിച്ചെടുത്തു. 8 പേരടങ്ങുന്ന മറ്റൊരു സംഘത്തിന്റെ കയ്യിൽ നിന്നും 27 ലക്ഷം രൂപ വില വരുന്ന 110 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. വിദേശ പൗരനിൽ നിന്ന് 4.5 കോടി വില വരുന്ന വിവിധ ഇനം വിദേശ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഈ വർഷത്തിൽ ആദ്യ പാദത്തിൽ വിദേശത്തു നിന്നുള്ള കണക്കിലാണ് 11% വർധനവുണ്ടായതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തയഫീഖ് അൽ റബിയ അറിയിച്ചത്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 65 ലക്ഷത്തിലേറെ വിദേശ തീർത്ഥാടകർ ഉംറ നിർവഹിച്ചതായി മദീനയിൽ നടക്കുന്ന ഉംറ സിയാറ ഫോറം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ റമദാനിൽ മക്കയിലെയും മദീനയിലെയും ഹറാം പള്ളികളിൽ എത്തിയ തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും എണ്ണം 12.2 കോടി കവിഞ്ഞു. യൂറോ മോണിറ്റർ ഇന്റർനാഷണൽ 2024 റിപ്പോർട്ട് അനുസരിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ മക്ക ആഗോളതലത്തിൽ 5-ാം സ്ഥാനത്തും ടൂറിസം പ്രകടന സൂചികയിൽ മദീന ആഗോളതലത്തിൽ 7-ാം സ്ഥാനത്തും എത്തി. കുവൈറ്റിൽ നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇനി മുതൽ സർക്കാർ ആപ്ലിക്കേഷനായ സാഹൽ ആപ്പ് വഴി ന്യൂ ബോൺ ജേർണി എന്ന പേരിലാണ് പുതിയ സേവനം പുറത്തിറക്കിയിരിക്കുന്നത്. നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട 7ഓളം സേവനങ്ങൾ സർക്കാർ കാര്യാലയങ്ങളിൽ പോകാതെ തന്നെ സഹൽ ആപ്പ് വഴി ലഭ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം. കുഞ്ഞിന്റെ പേര് ചേർക്കൽ, സിവിൽ നമ്പർ അനുവദിക്കൽ, ജനന സർട്ടിഫിക്കറ്റ് നൽകൽ, സിവിൽ ID അപേക്ഷ സമർപ്പിക്കൽ മുതലായ സേവനങ്ങളാണ് പുതിയ സംവിധാനം വഴി ലഭ്യമാക്കുക. നവജാത ശിശുക്കളുടെ പാസ്പോർട്ട് അനുവദിക്കൽ, ഓട്ടോമാറ്റിക് വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് അറിയിപ്പുകൾ എന്നീ സേവനങ്ങളും അടുത്ത ഘട്ടത്തിൽ ഈ സംവിധാനം വഴി ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ രാജ്യാന്തര യാത്രകൾക്കായി തിരഞ്ഞെടുത്ത വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കി ദുബായ് രാജ്യാന്തര വിമാനത്താവളം. എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ വേൾഡ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം 92.3 ദശലക്ഷം യാത്രക്കാർ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ സഞ്ചരിച്ചു എന്നാണ് കണക്ക്. മുൻവർഷത്തേക്കാൾ 6% അധികമാണിത്. 2024 ആഗോളതലത്തിൽ 9.5 ബില്യൺ ആളുകളാണ് രാജ്യാന്തര ആഭ്യന്തര യാത്രകൾ നടത്തിയത്. ഇവരിൽ 9% യാത്രക്കാർ സഞ്ചരിച്ച ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 വിമാനത്താവളങ്ങളിൽ 2-ാം സ്ഥാനത്താണ് ദുബായ്.
ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ഫാസിസം വഖഫിലും പിടിമുറുക്കി എന്ന പേരിൽ ജിദ്ദയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഉൾപ്പെടുത്തി ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. ജനാധിപത്യ മര്യാദ പോലും പാലിക്കാതെ മുസ്ലിം മതസംഘടനകളെയോ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെയോ കേൾക്കാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തെ ജനാധിപത്യ കക്ഷികളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ടെന്ന് സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് സംഘടിപ്പിക്കുന്ന വഖഫ് റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടന്ന ചർച്ചാ സംഗമത്തിൽ പ്രസിഡന്റ് അബൂബക്കർ അരിമ്ര അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി AM ഷാജഹാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. VP മുസ്തഫ സെയ്ദ് പട്ടാണി, അബ്ദുറഹ്മാൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. അമേരിക്കയും സൗദി അറേബ്യയും ഊർജ്ജ, സിവിൽ, ആണവ സാങ്കേതിക വിദ്യാ മേഖലകളിലെ സഹകരണത്തിന് വൈകാതെ കരാർ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ ഊർജ്ജ മന്ത്രി ക്രിസ് റൈറ്റ് അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സഹകരണത്തിന്റെ വിശദാംശങ്ങൾ ഈ വർഷ അവസാനം പ്രഖ്യാപിക്കും. മേഖലാ പര്യടനത്തിന്റെ ഭാഗമായി സൗദിയിലെത്തിയ ക്രിസ് റൈറ്റ് റിയാദിൽ വെച്ച് സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ പ്രസ്താവന നടത്തിയത്. അടുത്ത മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ക്രിസ് റൈറ്റ് മേഖലയിൽ പര്യടനം നടത്തുന്നത്. സൗദിയിൽ വ്യവസായം വിപുലീകരിക്കാൻ 500 കോടി റിയാലിന്റെ 29 കരാറുകൾ 4ാമത് മിഡിൽ ഈസ്റ്റ് പൗൾട്രി എക്സിബിഷനിൽ ഒപ്പുവെച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന നിലയ്ക്ക് ഉൽപ്പാദനം, വിപണനം എന്നീ മേഖലകളിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും സ്വീകരിച്ച് ദേശീയ വിതരണ ശൃംഖലകളെ പിന്തുണയ്ക്കാനും കോഴി വ്യവസായത്തിന്റെ വളർച്ചയും വികസനവും ഉത്തേജിപ്പിക്കാനും കരാറുകളിലൂടെ ലക്ഷ്യമിടുന്നു. ഏപ്രിൽ 14 മുതൽ 16 വരെ റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ കോഴി വളർത്തൽ, കോഴിത്തീറ്റ, മൃഗാരോഗ്യം, പോഷകാഹാരം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 340 പ്രാദേശിക, അന്തർദേശീയ കമ്പനികൾ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം സൗദിയിൽ ബ്രോയിലർ കോഴി ഉൽപ്പാദനം 110 കോടി കിലോഗ്രാം കവിഞ്ഞതായി സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയ വക്താവ് അറിയിച്ചു. കുവൈറ്റിൽ മലയാളിയായ +2 വിദ്യാർത്ഥിനി മരിച്ചു. പത്തനംതിട്ട മൈലപ്ര സ്വദേശി ജിജി സാമുവൽ, ആശാ ദമ്പതികളുടെ മകളും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ +2 വിദ്യാർത്ഥിനിയുമായ ഷാരോൺ ജിജിയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആംബുലൻസ് വഴി ഫർവാനിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ കമ്പനിയിലെ അക്കൗണ്ടന്റാണ് പിതാവ്. മാതാവ് ആശ ആരോഗ്യ മന്ത്രാലയത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഏക സഹോദരി ആഷ്ലി ഫിലിപ്പീൻസിൽ MBBS വിദ്യാർത്ഥിനിയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. റാങ്കു പട്ടികയിലെ കാലാവധി അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരമുറകൾ കഠിനമാക്കുകയാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ. കറുത്ത തുണി കൊണ്ട് മുഖം മൂടിക്കെട്ടി, കൈകൾ പിന്നോട്ട് കെട്ടിയാണ് പ്രതിഷേധം. നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അനുകൂല സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. കടുത്ത സമരമാർഗങ്ങളുമായി ഓരോ ദിവസവും മുന്നോട്ടു പോകുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ അനുകൂല സമീപനത്തിനായി കാത്തിരിക്കുകയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ സർക്കാർ തങ്ങളോട് കരുണ കാട്ടുമെന്ന പ്രതീക്ഷ ഉദ്യോഗാർത്ഥികൾ കൈവിടുന്നില്ല. കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച്, കൈകൾ പിന്നോട്ട് കെട്ടി അണിനിരന്നാണ് ഇന്ന് അവർ പ്രതിഷേധിച്ചത്. വധശിക്ഷ നടപ്പാക്കാനായി നിൽക്കുന്നവരെ പോലെ പ്രതീകാത്മകമായാണ് പ്രതിഷേധം. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം കേൾക്കാൻ ആളുണ്ടെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരുമില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഞങ്ങൾ എല്ലാവരും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ ലിസ്റ്റ് അവസാനിക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ കുറച്ച് കുട്ടികൾ മാത്രം അടങ്ങുന്ന ഒരു ലിസ്റ്റാണിത്. ഞങ്ങൾക്ക് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ മാക്സിമം വേക്കൻസി തന്ന് ഞങ്ങളെ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാസം 19-ന് റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയുന്നതിനാൽ ഏറ്റവും വിലപ്പെട്ട അവസാന ദിവസങ്ങളിൽ സമരമുറകൾ കഠിനമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. 967 പേരാണ് റാങ്ക് പട്ടികയിൽ ആകെ ഇടം നേടിയത്. ഇതിൽ 259 പേർക്ക് മാത്രമേ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വ്യാജമൊഴി നൽകിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള DGPയുടെ ശുപാർശയിൽ സർക്കാരിന്റെ തീരുമാനം വൈകുന്നു. മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന.
പി വിജയൻ IPSനെതിരെയാണ് ADGP MR അജിത്കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പാകെ വ്യാജമൊഴി നൽകിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി പി വിജയന് ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞതായാണ് അജിത്കുമാർ മൊഴി നൽകിയത്. മൊഴി വ്യാജമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ അജിത്കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാൻ DGP സർക്കാരിന് ശുപാർശ ചെയ്തു. എന്നാൽ റിപ്പോർട്ട് നൽകി 1 മാസത്തിലേറെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ ഇന്റലിജൻസ് മേധാവിയായിരിക്കുന്ന പി വിജയനെതിരെ ADGP MR അജിത്കുമാർ വ്യാജമൊഴി നൽകിയെന്ന് കണ്ടെത്തിയിട്ടും ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. പോലീസ് സേനയിൽ പി വിജയനും MR അജിത്കുമാറും തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മയും ഇതേ തുടർന്നുള്ള മൊഴിയും നടപടിയെടുക്കാനുള്ള DGPയുടെ ശുപാർശയും ആഭ്യന്തര വകുപ്പിന് തലവേദനയാകുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള അജിത്കുമാറിനെതിരായ നടപടി സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ല. വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറ ശൂന്യമായി വെക്കണമെന്ന പൊതു നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇത്തവണ പൂരത്തിന് വെടിക്കെട്ട് നടത്തുക. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിനുണ്ടാകുമെന്ന് നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് AGയിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ച് സുരക്ഷ കണക്കിലെടുത്താണെങ്കിൽ മാഗസിൻ empty ആക്കി ഇടാമെന്നുള്ള ഉറപ്പ് മേടിച്ചുകൊണ്ട് നമുക്ക് മാഗസിൻ കൊണ്ടുവരാം എന്ന ഉറപ്പ് മേടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക്, അതായത് ഇതിൻ്റെ കൺട്രോളർ എന്ന നിലയിൽ സാഹചര്യമുണ്ട് എന്ന് നേരത്തെയുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചതുകൂടി പരിഗണിച്ചുകൊണ്ട് വിഷുവും 20ാം വാർഷികവും ആഘോഷമാക്കി അമൃത TV കുടുംബാംഗങ്ങൾ. വിപുലമായ ആഘോഷ പരിപാടികളാണ് അമൃത TVയുടെ തിരുവനന്തപുരം വഴുതക്കാടുള്ള ഓഫീസിൽ നടന്നത്. ആഘോഷങ്ങൾക്ക് മിഴിവേകി ശിങ്കാരിമേളം കൊട്ടിക്കയറി. കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഭദ്രദീപം തെളിയിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വിഷു സന്ദേശവും ഉണ്ടായിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി സ്വാമി ശിവാമൃതാനന്ദപുരി വിഷു കൈനീട്ടവും അമൃത സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ K ജയകുമാർ വിഷു തൈനീട്ടവും നൽകി. ബ്രഹ്മചാരി ധ്യേയാമൃത ചൈതന്യ, അമൃത TV മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഹെഡ് R ശിവകുമാർ, അമൃത TVയുടെ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ വിഷു സദ്യയും ഉണ്ടായിരുന്നു. കാസർഗോഡ് പീലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തിയത് ആചാര ലംഘനമെന്ന് ക്ഷേത്രം കമ്മിറ്റി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് ക്ഷേത്രം. 16ഓളം പേർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയതായും കമ്മിറ്റി അറിയിച്ചു. 2 ദിവസം മുൻപാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ പ്രദേശത്തെ നിലവ് പുരുഷ സ്വയം സഹായ സംഘം നേതൃത്വത്തിൽ 16ഓളം പേർ നാലമ്പലത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തിയത്. നാലമ്പലം പ്രവേശനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും രേരമംഗലം ക്ഷേത്രം കമ്മിറ്റിക്കും നിവേദനം നൽകിയിരുന്നു. കൂടാതെ തന്ത്രിയെ നേരിൽ കണ്ട് നാലമ്പല ദർശന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് അനുമതി നൽകിയതായും വിശദീകരിച്ചിരുന്നു. എന്നാൽ തന്ത്രി അനുമതി നൽകിയിട്ടില്ലെന്നും ഇത്തരത്തിൽ പ്രവേശിക്കുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ക്ഷേത്രം കമ്മിറ്റി വിശദീകരിച്ചു. അവർ പറയുന്നത് മറ്റു വിഭാഗങ്ങൾ അവിടെ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് എന്ന രീതിയിലാണ്. ഒരു കാരണവശാലും ക്ഷേത്ര ദർശനം ഒരു ജാതി ഭേദവുമില്ലാതെ മറ്റു ജാതിക്കാർ നടത്തുന്നില്ല. അവിടെ ഒരു ജാതി വിവേചനം എന്ന രീതിയിൽ നടന്നു വരാത്ത ഒരു സംഭവമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുവാനായി പ്രദേശത്തെ 9 ഉപക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വിപുലമായ യോഗം ചേരും. രേരമംഗലം ക്ഷേത്രത്തിൽ പൂരോത്സവത്തിനടക്കം വിവിധ ജാതിയിൽപ്പെട്ടവർ സംബന്ധിക്കുന്ന നിരവധി ചടങ്ങുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളടക്കം ക്ഷേത്രം ഭാരവാഹികൾ വിശദീകരിച്ചു. നൂറ്റാണ്ടുകൾക്കപ്പുറം കാളക്കാട്ട് തന്ത്രി ഭദ്രകാളി സങ്കല്പത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് ക്ഷേത്രം. അമൃത ന്യൂസ്, കാസർഗോഡ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് രാഗേഷിനെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 12 അംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുത്തു.
യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ 2 സെമി ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും PSG ആസ്റ്റൺ വില്ലയെയും നേരിടും. മത്സരം അല്പസമയത്തിനകം തുടങ്ങും. മികച്ച ഫോമിൽ കളിക്കുന്ന PFC ബാഴ്സലോണ ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ കളിക്കാനിറങ്ങുന്നത് ആദ്യ പാദത്തിലെ 4 ഗോൾ ലീഡുമായാണ്. ഹോം ഗ്രൗണ്ടിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഇരട്ട ഗോൾ കരുത്തിലായിരുന്നു ബാഴ്സയുടെ ആധികാരിക വിജയം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.